ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ 120 വർഷം മുൻപ് സ്ഥാപിച്ച വലിയ ദീപസ്തംഭം അറ്റകുറ്റപ്പണിക്ക് ശേഷം നവീകരിച്ച് സ്ഥാപിച്ചതിന്റെ സമർപ്പണം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ദീപസ്തംഭത്തിന്റെ സമർപ്പണം നിർവഹിക്കും. പരമ്പരാഗത തനിമയിൽ 1 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ദീപസ്തംഭം കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് അതീവ ശ്രദ്ധയോടെയാണ് നവീകരിച്ചിരിക്കുന്നത്. ദീപസ്തംഭത്തിന്റെ പ്രധാന ഭാഗമായ 26.5 അടി ഉയരമുള്ള തടി പുതിയ തേക്കിലാണ് തീർത്തത്. ഇതിന് കൂടുതൽ ഉറപ്പും സുരക്ഷയും നൽകാനായി ഉൾഭാഗത്ത് പൈപ്പ് കേസിംഗ് ഘടിപ്പിച്ചിട്ടുണ്ട്. പഴയ ദീപസ്തംഭത്തിലുണ്ടായിരുന്ന വെള്ളോടിൽ തീർത്ത 13 തട്ടുകളും വിദഗ്ധമായി പോളിഷ് ചെയ്ത് തിളക്കം വരുത്തിയാണ് പുനഃസ്ഥാപിച്ചത്. ദീപസ്തംഭത്തിന്റെ താഴെഭാഗത്ത് 2.5 അടി ഉയരത്തിൽ പിച്ചള പൊതിഞ്ഞ് കൂടുതൽ ആകർഷകമാക്കിയിട്ടുണ്ട്. 1906 കൊല്ലവർഷം 1085 ചിങ്ങം 1 AICC പ്രസിഡന്റായിരുന്ന പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനി ചേറ്റൂർ ശങ്കരൻ നായരാണിത് വഴിപാടായി ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ചെന്നൈയിൽ വ്യവസായം നടത്തുന്ന സനിൽകുമാർ എന്ന ഭക്തനാണ് നവീകരണ പ്രവൃത്തി വഴിപാടായി സമർപ്പിച്ചത്. ഈ പുരാതന ദീപസ്തംഭം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന അടയാളങ്ങളിലൊന്നാണ്. ആചാരപരമായ ചടങ്ങുകൾക്കും ഭക്തരുടെ സമർപ്പണങ്ങൾക്കും സാക്ഷിയായ ഈ ദീപസ്തംഭം നവീകരണത്തിലൂടെ ഇനി ദശാബ്ദങ്ങളോളം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രകാശിച്ചു നിൽക്കും.